അന്യമതസ്ഥരെ കല്യാണം കഴിക്കുമോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലെല്ലാം സബ്സ്ക്രൈബും ചെയ്യുക. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. അന്യമതസ്ഥരെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാ അത് ഒക്കെ ഓരോരുത്തരുടെ അഭിപ്രായമല്ലേ, ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അല്ലേ. അപ്പോൾ കല്യാണം കഴിക്കുന്നവരുണ്ടെങ്കിൽ കഴിച്ചോട്ടെ, അല്ലാത്തവർ എനിക്കിപ്പം എൻ്റെ റിലീജിയനിലുള്ള ഒരാളായിട്ടാണ് ഞാനിപ്പോൾ റിലേഷനിൽ അയക്കുന്നത്. അപ്പോൾ ആളെ തന്നെ കല്യാണം കഴിക്കാനാണ് എൻ്റെ ഒരു മൈൻഡിൽ. എന്നാലും ഇപ്പോഴത്തെ ഒരു മോഡേൺ ടൈമിൽ ഈ റിലീജിയൻ നോക്കിയിട്ട് കല്യാണം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഇപ്പോൾ എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്, ക്രിസ്ത്യൻസും മുസ്ലിംസും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ച് സുഖമായിട്ട് അവരവരുടെ മതം പോലും മറന്നാണ് അവർ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത്. അപ്പം ഞാനറിയുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് അങ്ങനെ അത്ര ഒബ്ജെക്ഷൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. താല്പര്യമുണ്ട്. കാരണം ജാതിപരമായിട്ട് പറഞ്ഞ വർക്ക് ചെയ്ത് വരുമെന്ന് അറിയാൻ പാടില്ല. എന്നാലും എനിക്കതിനെപ്പറ്റി പേടിയില്ല. കാരണം പറയോണ്ട് കുഴപ്പമില്ല. കാരണം ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ബഹുമാനിക്കുന്നില്ല. കാരണം എൻ്റെ ഒരു റിലീജിയൻ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യനാണ്. പക്ഷേ ചോദ്യം അതല്ല, വേറൊരു മതത്തിലുള്ള കാരണം അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ കൂടുതലും അക്സെപ്റ്റ് ചെയ്യുന്നത്. ഏത് പദമൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞ പ്രശ്നമാണ്. കാരണം എൻ്റെ റിലീജിയൻ ആയിട്ടുള്ള ആൾക്കാർ ഉത്സവത്തോടു കൂടിയും എന്താ പറയുക കളിയാക്കുന്ന രീതിയിലാണ് നമ്മളെ കാണുന്നത്. എന്താ പറയാ, അതുകൊണ്ട് നമുക്ക് സപ്പോസ് നമ്മൾ ക്രിസ്ത്യാനിന്ന് ആരും നമ്മളെ കല്യാണം കഴിക്കാൻ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു റിലീജിയൻ ഞാൻ പറയുന്നില്ല, പറഞ്ഞ പ്രശ്നവും. കാരണം ആ മതത്തിന്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. എന്തായാലും അന്യമതസ്ഥരെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാവും. ചിലപ്പോൾ വേറെ മതത്തിലേക്ക് പോകാനും സാധ്യതയുണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്രിസ്ത്യാനി നമ്മളെ കല്യാണം കഴിക്കാൻ ഓക്കെ ആക്കി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായാലും ക്രിസ്ത്യാനിനെ കിട്ടും, ആംഗ്ലോ ഇന്ത്യനെ കിട്ടും. പക്ഷെ ആരും തയ്യാറായില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാലും തമിഴ്നാട്, പിന്നെ ബോംബെ, കർണാടക, ആസാം, പഞ്ചാബ്, ഹരിയാന, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. എനിക്കങ്ങനെ എന്താ പറയുക ഭാഷക്കാരി കല്യാണമൊന്നും താല്പര്യമില്ല. ഇപ്പോൾ എന്താ പറയുക ഹ്യൂമൻ ബീയിങ് എന്ന് പറയുമ്പോൾ ഏത് ഭാഷയാണെങ്കിലും സ്ത്രീകൾ തന്നെ മനസ്സിലായ സ്വഭാവം ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും, രീതിയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ പറയാ കമ്മലിടുന്ന സംഭവങ്ങൾ എല്ലാ സ്ഥലത്തും കമ്മലിടാറുണ്ട്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. ഭാഷയിൽ മാത്രമേ കുറേ മാറ്റങ്ങൾ വരുള്ളൂ. പറഞ്ഞ ചോദ്യം അപ്പോൾ അന്യമതസ്ഥരെ എന്തായാലും ഡെഫിനറ്റ്ലി അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഫാനായിട്ട് മാറുന്നത്. ഒരുപാട് പേര് വിളിക്കുന്നു, മതസ്ഥരുടെ പേര് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ ഉൾക്കൊള്ളുന്നതും എന്നോട് സംസാരിക്കുന്നതും അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ കളിയാക്കുന്നത് സ്വന്തം റിലീജിയനായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി ആയിട്ടുള്ള ആൾക്കാരിലെ കുറേ പെണ്ണുങ്ങളാണ് കൂടുതൽ കളിയാക്കുന്നത്. സപ്പോസ് എന്തായാലും നമ്മൾ ഫിലിം ഫീൽഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് എന്തായാലും അതർ റിലീജിയനായിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് പോകാം. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്താകാം. എനിക്ക് സ്ഥലം ഇപ്പോൾ എനിക്ക് കിട്ടാവുന്ന ഓഹരിയോ കിട്ടാണ്ടാകാം. എന്നാലും നമുക്ക് നമ്മുടെ ഒരു കല്യാണം കഴിക്കുന്ന പെണ്ണ് നമ്മളെ എന്താ പറയുക ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുമെങ്കിൽ നമ്മളതിനെ ഉൾക്കൊള്ളും. അതിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണല്ലോ. ചിലര് ഫാമിലിനെ പേടിച്ചത് വേണ്ടാന്ന് വയ്ക്കും, ചിലർക്ക് എന്താ പറയാ അതിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളാണല്ലോ. എനിക്ക് എന്താ പറയാ എന്നാലും ഇപ്പത്തെ ഒരു കാലത്ത് അതൊക്കെ നോക്കി കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ആ ചിന്ത മാറ്റണം എന്ന് ഉറപ്പായിട്ടും. ഇപ്പോൾ മെയിൻലി ആ ഒരു ചിന്ത വരുന്നത് തന്നെ നമ്മുടെ ഫാമിലീസിൻ്റെ അടുത്തു നിന്നാണ്. ഇപ്പോൾ നമ്മളുടെ ഫാമിലി മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു ഇതായതുകൊണ്ടാണ് നമ്മളത് ഫോളോ ചെയ്തു പോകുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ നമ്മൾ ഒരു മതം ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അത് മാറ്റേണ്ട ടൈമായി. ഇല്ല, എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഡെഫിനറ്റ് റീസൺ ഒന്നുമില്ല, ജനറേഷന്റെ പ്രശ്നം. അല്ല ഇപ്പൊ മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലാണല്ലോ ഇപ്പൊ. എന്റെ കേസ് ഓക്കെ, എനിക്ക് ഓക്കെയാണ്. പക്ഷെ എന്റെ വീട്ടുകാർക്ക് ഓക്കെ അല്ലെങ്കിലും അപ്പൊ അത് മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ടെന്നൊന്നും തോന്നിയിട്ടില്ല. നമ്മളെ ജനറേഷൻ ചിന്തിച്ചു തുടങ്ങണം ഞാൻ വിചാരിക്കുന്നു. അല്ലേ, ഇതാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഈ പഴയ ജനറേഷനും നമ്മൾ പറഞ്ഞു കൊടുക്കണം വേണ്ട എന്നുള്ളതൊന്നും തോന്നിയിട്ടില്ല.
അതിപ്പോ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് റെഡിയാക്കാൻ പറ്റില്ലല്ലോ. അന്യമതസ്ഥരെ കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല. എന്താ അങ്ങനെ അല്ല, വീട്ടില് പിന്നെ ഇഷ്യൂ ആയി പോകും. എന്നാലും നമ്മളിപ്പോ മോഡേൺ വേൾഡിലല്ലേ ജീവിക്കുന്നത്, അപ്പൊ കുറെ ചിന്തകൾ മാറി വരണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് നമ്മൾ സ്വന്തമാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ വീട്ടിൽ സമ്മതിപ്പിക്കേണ്ട കാര്യമില്ല. അത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുമല്ലോ. എന്നാലും ഈ കാലത്ത് റിലീജിയൻ നോക്കേണ്ട ആവശ്യമുണ്ട്, അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ഓരോ രീതിയിലല്ലേ. ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ അതെനിക്ക് താല്പര്യം. എന്തുകൊണ്ടാ അങ്ങനെ പറയാം? അല്ല, സ്വന്തം മതത്തില് കൊറേ ഉണ്ടല്ലോ, പിന്നെ ഇനി ഇതിനെ വേറെ കോംപ്ലിക്കേഷൻ ആക്കണേ. എന്നാലും നമ്മുടെ മതത്തിൽ നല്ലവരെ നോക്കിയ പോരെ. നോക്കിയാൽ മതി. അത് മതി. അതെന്താ വേറെ മതത്തിൽ നിന്ന് കഴിച്ച പ്രശ്നമാവും അങ്ങനത്തെ ഉള്ളതുകൊണ്ടാണോ? ആ, കോംപ്ലിക്കേഷൻ അല്ലേ, എന്തിനാ ഇതിന്റെ ആവശ്യം? എന്നാലും ഇക്കാലത്ത് അങ്ങനെ നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആ, ചെറുതായിട്ടൊക്കെ വീട്ടിലൊക്കെ അലമ്പാവില്ലേ. അലംഭാവം. അലമ്പാവും, എന്തായാലും അലമ്പാവും. എന്നാലും ഈ ഒരു കാലത്ത് ഇത്രയും നമ്മൾ മോഡേണൈസ് ആയിട്ട് ചിന്തിക്കുമ്പോ ആ ഒരു റിലീജിയൻ നോക്കി കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും നോക്കണ്ടേ. വീട്ടുകാരൊക്കെ ഉള്ളതാണല്ലോ, നമ്മുടെ മാത്രമല്ലല്ലോ. അപ്പൊ എല്ലാവരും നോക്കണ്ടേ. ഒരു മാറ്റം വരണോ ഈ ഒരു തോട്ടിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഓരോരുത്തർക്കനുസരിച്ച്. എനിക്കിപ്പോ എങ്ങനെയാണ്? ആ അതന്നെ, ഞാൻ അങ്ങനെ വലിയ അഭിപ്രായമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഒരു ഇതനുസരിച്ച്. വെറുതെ കോംപ്ലിക്കേഷനൊക്കെ അന്ന് ആക്കണ്ട. നമ്മുടെ മത്തി തന്നെ കുറെ പേരുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരാളിനെ കിട്ടിയ പോലെ എന്തിനാ കോംപ്ലിക്കേഷൻ. അന്യമതസ്ഥരെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ എന്നാലും മതം നോക്കണം അല്ലെങ്കിൽ താല്പര്യം. എന്നാലും ഇപ്പൊ വീട്ടിലാണെങ്കിൽ നാട്ടുകാരാണെങ്കിലും വേറെ മതത്തിൽ കല്യാണം കഴിച്ച അപ്പൊ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്. അപ്പൊ അതിനോട് എങ്ങനെ? നമ്മളവരെ കൺവിൻസ് ചെയ്യിക്കും. നമ്മുടെ പാരന്റ്സിന് നമ്മൾ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കും. ജാതി മതത്തിന് താല്പര്യം അങ്ങനെ നോക്കുന്നത് ശരിയല്ല. ഇല്ല, ശരിയല്ല. എതിർക്കുന്നുണ്ട്. താല്പര്യമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കല്യാണം കഴിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ബട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും. പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു വേറെ കുഴപ്പമില്ല. എന്നാലും ഇപ്പത്തെ ഒരു കാലത്ത് അങ്ങനെ മതം നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അങ്ങനെ അപ്പൊ കൺവിൻസ് ചെയ്യിപ്പിക്കോ? കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ധൈര്യമുണ്ടോ വീട്ടില്? എന്റെ വീട്ടിലോ? ആ, എന്റെ വീട്ടിൽ കൺവിൻസ് ചെയ്യാം ഓരോ പോലെ. പക്ഷെ പെൺകുട്ടിയുടെ വീട്ടിലൊരിക്കലും നടക്കില്ലല്ലോ. അതാണ് പ്രശ്നം. എന്നാലും ഇത്ര കാലം മാറിയാലും ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാണ് തോന്നുന്നത്. വേറൊരു മതം കല്യാണം എന്നൊക്കെ മാറ്റങ്ങൾ ഇനി ഉണ്ടാവാലോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്നത്. ഇപ്പോഴും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമോ. സോ അതെ, എന്താ പറയാ, എന്താണ്ടാവാന്ന് പറയാൻ പറ്റില്ല. എന്തുണ്ടാവാന്ന് പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ വീട്ടില് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടുകാര് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. അത് നമ്മളാണ് കഷ്ടപ്പെട്ട് ജീവിക്കണം. നമ്മളാരും നമ്മളെ സഹായിക്കുന്നില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യണില്ല. നമ്മളെ സ്റ്റൈലാണ്. ഞാൻ മുസ്ലിമാണ്. ഞാൻ തലയിൽ തട്ടിടാറില്ല. ബിക്കോസ് എനിക്ക് നല്ല ഫ്രീഡം ഉണ്ട് എൻ്റെ വീട്ടിൽ. എനിക്ക് തോന്നുന്നു ജാതി മതമൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്നാലും ഇപ്പൊ മുസ്ലിംസിലാണെങ്കിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും നോക്കുന്നില്ല. ഇപ്പൊ ഇത്രയും മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ഒരു കാലത്തും മതം നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. മതം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനുഷ്യനാണ്. ബിക്കോസ് ഞാൻ നഴ്സിംഗ് പഠിച്ച ഒരാളാണ്. 4 വർഷം BS നഴ്സിംഗും പഠിച്ച ഒരാളാണ്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് മതം നോക്കുന്നില്ല. മീൻസ് ഒരു കുട്ടിക്ക് ഹൃദയം മാറ്റി വെക്കണമെങ്കിൽ അവിടെ ഹിന്ദു മതം മനുഷ്യനാണ്. അവിടെ മനുഷ്യൻ മാത്രം നോക്കിയാൽ മതി. ഒരിക്കലും നമ്മള് മതം നോക്കിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓക്കെ ആണോ അങ്ങനെ കഴിക്കാനൊക്കെ? അപ്പൊ വീട്ടില് പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹം അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല? പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ ആരെ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ ചിലവര് ഇപ്പോൾ ഇത്രയും മോഡേൺ ആയിട്ടും മതം നോക്കിയിട്ടാണല്ലോ എല്ലാവരും കല്യാണം എല്ലാം തീരുമാനിക്കാറ്. അപ്പൊ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മതം നോക്കിയിട്ടാണല്ലോ കല്യാണങ്ങളൊക്കെ തീരുമാനിക്കാറ്. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ അഭിപ്രായത്തില് ഏത് മതം കെട്ടിയാലും കുഴപ്പമില്ല, എല്ലാവരും മനുഷ്യരൊക്കെ. ശരിയാണ്. അത് ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. നമുക്കിപ്പോൾ പറയാൻ പറ്റുമോ ഈ ആൾക്കാരെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ? തോന്നുന്നില്ല. അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട്? ഓൾറെഡി ഫിക്സ്ഡ് ആണ്. എന്ത് തോന്നുന്നു അങ്ങനെ കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പൊ ആരും കാസ്റ്റ് നോക്കിയിട്ട് ആരും നോക്കാറില്ല. പക്ഷെ എന്നാലും നമ്മളിപ്പോ ഫാമിലി വൈസ് നോക്കുകയാണെങ്കിൽ ചിലവരൊക്കെ പറയാറുണ്ട് അയ്യോ കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് സ്വന്തം പ്രായമായ വീട്ടില് അമ്മച്ച അവരൊക്കെ ഉള്ള വീട്ടിലേക്ക് ഇപ്പൊ ഇഷ്ടമുള്ളൂ. അപ്പൊ അങ്ങനെ ഇപ്പൊ ആരും നോക്കാറില്ല പൊതുവെ.
എന്നാലും നിങ്ങൾക്ക് എതിർപ്പുണ്ടോ ലൈക്ക് അങ്ങനെ വരുവാണെങ്കിൽ ഇല്ല ഞങ്ങൾക്ക് പ്രശ്നമല്ല അങ്ങനെയാണോ അതോ നിങ്ങൾ നോക്കോ ഇല്ല ഞങ്ങളുടെ മതം തന്നെ വേണം ഇല്ല നമുക്ക് കംഫേർട്ട് ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ലൊരു ബോണ്ട് ഉള്ള ആൾക്കാരില്ല ആ മനുഷ്യനല്ലേ നോക്കുള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ ഇപ്പം അതിലും വലിയ കാര്യം താങ്ക് യു സോ മച്ച്